എല്ലാവർക്കും നമസ്കാരം. മഹാലക്ഷ്മി സീരിയൽ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ എന്ന് വെച്ചാൽ കണ്ണനും അനന്തവും കൂടെ അമ്പലത്തിൽ മറ്റേ അമ്മൂമ്മയെ കണ്ടിട്ട് തിരിച്ചു വന്നതാണ്. വന്നിട്ട് അവർ മഹാലക്ഷ്മിയോട് സംസാരിക്കുന്നുണ്ട് ഈ കാര്യത്തെപ്പറ്റി. കണ്ണൻ ഫോട്ടോ കാണിക്കാൻ വേണ്ടി നോക്കിയപ്പോഴത്തേനും ഫോണിൽ ഫോട്ടോ ഇല്ല ആ അമ്മയുടെ. ആ ഫോട്ടോ അങ്ങ് അപ്രത്യക്ഷമായി പോയി. അപ്പോൾ അവരെന്നോട് സംസാരിക്കുകയാണെങ്കിൽ എന്തോ ദൈവികതയുണ്ട്. നമ്മൾ പറയത്തില്ലേ പണ്ട് വിഗ്രഹങ്ങളുടെ ഫോട്ടോ എടുക്കുമ്പോൾ അതിനകത്ത് വിഗ്രഹങ്ങൾ പതിക്കത്തില്ല, ദൈവിക ശക്തിയുള്ളതുകൊണ്ട്, അങ്ങനെയൊക്കെ എന്തോ ഇതിനകത്ത് കാര്യമുണ്ട് കണ്ണേട്ട. എന്നിട്ട് രണ്ടുപേരും കൂടെ പറയുവാണ് ഇത് നമ്മൾ രണ്ടും കണ്ട ഒരമ്മയാന്ന് തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കണ്ണൻ പറയുന്ന ആ അമ്മ പറയുന്നതൊക്കെ ഭയങ്കര കാര്യമായ കാര്യങ്ങളാണ്. അന്ന് എനിക്ക് ആക്സിഡൻ്റ് ആയപ്പോൾ ദശാസന്ധിയുടെ പ്രശ്നമായിരുന്നു. അങ്ങനെയാണ് എനിക്ക് ദശാസന്ധി ഉള്ളത് കൊണ്ടാണ് അച്ഛൻ അപകടത്തിൽപ്പെട്ടത്, ഞാൻ ജീവച്ഛവമായി കിടന്നതും. ഇതെല്ലാം ആ അമ്മയ്ക്ക് അറിയാം. ആ അമ്മയ്ക്ക് ഭയങ്കര ഐശ്വര്യമാണ്, എന്തോ ഒരു പ്രത്യേകതയുണ്ട്. അപ്പം മഹാലക്ഷ്മി മനസ്സിൽ പറയുവാണ് ആ അമ്മ ദൈവികതയുള്ള ദേവി തന്നെയാണ് ആ അമ്മ. കാര്യം ഞാനും കണ്ണേട്ടനും കാണുന്ന ഒരേ അമ്മയാണെന്നൊക്കെ ഇങ്ങനെ രണ്ടുപേരും കൂടി ഇരുന്ന് സംസാരിക്കുവാണ് ഈ അമ്മയുടെ കാര്യം. അനന്തു ലേഖയാണെങ്കിൽ അവരുടെ സംശയം എന്ന് പറഞ്ഞാൽ പിന്നെയും മഹാലക്ഷ്മി എന്തുകൊണ്ട് കണ്ണനെ കല്യാണം കഴിച്ചു യാതൊരു ഉപാധികളും ഇല്ലാതെ? അത് കണ്ണനെ നശിപ്പിക്കാനാണോ? സാഗർ പറഞ്ഞത് സത്യമാണോ? അപ്പം ലേഖ പറയുന്നുണ്ട് സാഗർ പറഞ്ഞത് സത്യമാവല്ലെന്ന് ഞാൻ ഇപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. അപ്പം അനന്തു പറയുന്നുണ്ട് കണ്ണേട്ടൻ അതായിരിക്കുമല്ലേ പ്രാർത്ഥിച്ചെന്ന് ലേഖ ചോദിക്കുന്നുണ്ട്. അപ്പം അനന്തു പറയുവാണ് അങ്ങനല്ല അവൻ പ്രാർത്ഥിച്ചത്, അവൻ്റെ മഹാലക്ഷ്മിയാണ് സത്യമെന്ന് തന്നെയാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അവന് ഒരു ഡൗട്ടും ഇല്ല ഇപ്പോഴും മഹാലക്ഷ്മിയെ. പക്ഷേ അങ്ങനെ വിട്ടാൽ പറ്റത്തില്ലല്ലോ, കണ്ണൻ്റെ ലൈഫല്ലേ, കണ്ണൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളും കൂടെ നോക്കേണ്ടതല്ലേ, വേറെ ആരും നോക്കാനില്ലല്ലോ. അതുകൊണ്ട് അവൻ്റെ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് നമ്മളും കൂടാണ്. അതുകൊണ്ട് അവനൊരു ആപത്തും വെച്ചുകൂടാ. ഈ നമ്മൾ പരീക്ഷിക്കാൻ പോകുന്നത് മഹാലക്ഷ്മി അടുത്ത് വിജയിക്കുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും മഹാലക്ഷ്മി അവനിൽ നിന്ന് നമ്മൾ ഒരു ദ്രോഹവും വരുത്തത്തില്ല എന്നൊക്കെ പറയുവാണ്. അങ്ങനെ ലേഖയും അനന്തവും കൂടി ഇരുന്ന് സംസാരിക്കുവാണ്. കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് നാളെ ഹർത്താലാണ്, നാളെ താൻ ഓഫീസിൽ പോകണം, സാഗറിനെ വിളിച്ചുകൊണ്ട് പോകണം എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി ബുദ്ധിമുട്ട് പറയുന്നുണ്ട്. എന്തിനാണ് നമ്മളുടെ ഇടയിലേക്ക് മറ്റൊരാളെ ഇങ്ങനെ കയറ്റുന്നത്? ഒരിക്കലും ഞാൻ ലേഖയാണെന്ന് ഏട്ടനെ പറ്റിയല്ല പറയുന്നത്. ഓഫീസിലൊക്കെയുള്ള നമ്മുടെ ഇടയ്ക്ക് മൂന്നാമതൊരാൾ വന്നുകൂടെ, അത് പെണ്ണാണെങ്കിലും ആണാണെങ്കിലും അവർ നമ്മളെ ദ്രോഹിക്കാനേ നോക്കത്തുള്ളൂ, നമ്മളെ അകറ്റാനേ നോക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഞാൻ സാഗറിൻ്റെ കൂടെ പോകുമ്പോൾ ഇവിടെ എല്ലാവർക്കും പ്രശ്നമാണ്. അതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമില്ല കണ്ണേട്ട. പിന്നെ കണ്ണേട്ടൻ്റെ നിർബന്ധമായതുകൊണ്ട് ഞാൻ പോകാമെന്ന് പറഞ്ഞു മനസ്സോടെ ഓഫീസിൽ പോകാൻ തുടങ്ങുവാണ് മഹാലക്ഷ്മി. ഇതിനിടയ്ക്കാണെങ്കിൽ അനന്തു ഒരു പണി ചെയ്യുന്നുണ്ട്. സാഗറിനെ വിളിച്ചിട്ട് പേഴ്സണലായിട്ട് സംസാരിക്കുന്നുണ്ട്. നീ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് എനിക്ക് തോന്നി, മഹാലക്ഷ്മി എന്തുകൊണ്ട് കണ്ണൻ്റെ ലൈഫിൽ വന്നു എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ഡൗട്ടുണ്ട്, അതിപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, നീ നല്ലൊരു ചെറുപ്പക്കാരനായി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞില്ലേ. അപ്പോൾ സാഗർ പറയുവാണ് ഇങ്ങനെ മാഡം എന്നെ അപ്രോച്ച് ചെയ്ത കാര്യങ്ങളെല്ലാം സാഗർ പറയുവാണ്. അപ്പോൾ അനന്തു സാഗറിനെ അപ്രീഷിയേറ്റ് ചെയ്യുവാണ്. ഇനി എന്തെങ്കിലും മഹാലക്ഷ്മിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെങ്കിൽ നീ പറയണം, ഇതിനൊരു നടപടി എന്താണല്ലോ ഉണ്ടാവും, മിക്കവാറും കണ്ണൻ പുറത്താക്കും കണ്ണൻ്റെ ലൈഫിൽ നിന്ന്. അതാണ് ഇപ്പം നടക്കാൻ പോകുന്നത്. അടുത്തൊരു മുഹൂർത്തത്തിൽ തന്നെ ഇതിനുള്ള ഒരു തീരുമാനമാകും, അവളെ കണ്ണൻ പുറത്താക്കും. ഞാനും ലേഖയും അത് ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ കണ്ണൻ്റെ നല്ല കാര്യത്തിന് വേണ്ടി മാത്രമേ ചിന്തിക്കാറുള്ളൂ, ഞങ്ങൾക്ക് അപ്പോഴേ തോന്നിയായിരുന്നു മഹാലക്ഷ്മി ഉടായിപ്പാന്നൊക്കെ പറഞ്ഞ് സാഗറിനെ ഒരു വഴിയിലാക്കിയേക്കുവാണ് അനന്തു. പക്ഷെ അത് അനന്തുവിൻ്റെ ആക്ടിങ് ഞാൻ തോന്നുന്നു, ഇവൻ്റെ മനസ്സറിയാൻ വേണ്ടി അനന്തു മനഃപൂർവ്വം അങ്ങനെ ചെയ്തതാണ്. സാഗർ എന്ത് ചെയ്തു, ഇതെല്ലാം ഓടിപ്പോയി മേഘനോട് പറഞ്ഞിട്ട് അവർ ആഘോഷിക്കുവാണ്. മേഘൻ പറയുവാണ് എടാ നീ വിജയിച്ചടാ, നമ്മൾ വിജയിച്ചു, ഇനി മഹാലക്ഷ്മി എന്ന് പറഞ്ഞ ആളെ പേടിക്കുകയേ വേണ്ട, ഏകദേശം കാര്യത്തിലൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ട്, നീ പറഞ്ഞതെല്ലാം അവർ വിശ്വസിച്ചിട്ടുണ്ട്, എന്താണ് തീരുമാനമായിട്ടുണ്ട്, അവളെ മിക്കവാറും പുറത്താക്കും, അവളില്ലാത്ത കമലേശ്വരത്തിട്ട് ഞാൻ ഇനി രാജാവായിട്ട് പോവും. നിനക്കറിയാവോ ഈ ലേഖ അനന്തെന്ന് പറഞ്ഞവർ കണ്ണൻ്റെ ഏറ്റവും അടുത്ത ആൾക്കാരാണ്, കൂടപ്പറപ്പുകളെക്കാട്ടിലും അടുപ്പമാണ് കണ്ണൻ അവരുമായിട്ട്. അതുകൊണ്ട് അവർ ഇക്കാര്യം നിന്നോട് അയാൾ അനന്തു പറഞ്ഞെങ്കിൽ ഓർത്തോ, കണ്ണൻ്റെ മനസ്സിൽ ഇത് കയറി കൊളുത്തിയിട്ടുണ്ട്, എത്രയും വേഗം മഹാലക്ഷ്മി പുറത്താവും, നീ പിന്നെ അവളെയും കൊണ്ട് പോവോ, എന്തായാലും നിൽക്കക്കളി ഇല്ലാതെ വരുമ്പോൾ അവൾ നിന്നെ വിളിക്കും, നിൻ്റെ കൂടെ വരും, ഇത്രയും വേഗം ഇത് കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമാകൂടാന്ന് പറഞ്ഞ് മേഘനും സാഗറും കൂടെ അടിച്ചു പൊളിക്കുകയാണ്. സാഗർ ആണെങ്കിൽ പറയുന്നുണ്ട് സാർ അങ്ങനെ അങ്ങ് തീരുമാനിക്കാൻ വരാട്ടെ, ക്ലൈമാക്സ് ആയില്ലല്ലോ. അപ്പം മേഘൻ പറയുന്നുണ്ട് മോനെ ഇതിൻ്റെയൊക്കെ ക്ലൈമാക്സ് ഒക്കെ കഴിഞ്ഞിടാ, അനന്തു ലേഖയും അങ്ങനെ എടുത്തിട്ടുണ്ട്,
ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കണ്ണൻ്റെ മനസ്സിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ കൊളുത്തിയ തിരി എന്താണല്ലോ ആളി കത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളുടെ കാര്യങ്ങളെല്ലാം ഓക്കെ ആകുമെന്ന് പറഞ്ഞ് അടിച്ചു പൊളിക്കുവാണ് പിന്നെ സാഗറും മേഘനും കൂടെ. മഹാലക്ഷ്മി ആണെങ്കിൽ ഹർത്താലായിട്ട് ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങുമ്പം കണ്ണൻ പിന്നെയും മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് സാഗറിൻ്റെ കാര്യം. അപ്പം കണ്ണൻ ഇങ്ങനെ സെൻറ്റിയായിട്ട് പറയുന്നുണ്ട് മഹാലക്ഷ്മി ഇല്ലാതെ കണ്ണന് ജീവിക്കാൻ പറ്റത്തില്ല, പക്ഷേ മഹാലക്ഷ്മിക്ക് അങ്ങനല്ല, ഞാൻ മരിച്ചു പോയാലും ഇതൊക്കെ നോക്കി നടത്തുന്നത് മഹാലക്ഷ്മി എന്നൊക്കെ പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നത് കണ്ണേട്ടൻ എന്തോ മനസ്സിൽ വെച്ചിട്ടാണ് പറയുന്നത്, എന്താ നടത്തുന്നത് 2 ദിവസമായിട്ട് കണ്ണേട്ടൻ എന്തോ മനസ്സിൽ വെച്ചിട്ടാണ് പറഞ്ഞത് എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കണ്ണൻ ചോദിക്കുകയാണ് തനിക്ക് എന്താ സാഗറിനോട് ഇത്ര പ്രശ്നം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മഹാലക്ഷ്മി എങ്ങും തൊടാത്തൊരു കാര്യം പറയുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലൊന്നുമല്ല ആൾക്കാർ, നമ്മളെ രണ്ടിനെയും പിരിപ്പിക്കാൻ വേണ്ടി ഒരുപാട് പേര് നോക്കുന്നുണ്ട്. നമ്മുടെ ഇടയിൽ ആരെയും കയറ്റാൻ പാടില്ല, പെണ്ണാണെങ്കിലും ആണാണെങ്കിലും. പിന്നെ ഞാൻ ചില കാര്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കും, അത് അവരുടെ ഭാവി ഓർത്തിട്ടാണ്. ഞാൻ കാരണം ഒരാളുടെ ഭാവി പോവോ, ഞാൻ കാരണം ഒരാളുടെ ജോലി പോകുന്നത് എനിക്ക് തീരെ താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ പല കാര്യങ്ങളും മറച്ചു വെക്കുമെന്ന് പറഞ്ഞപ്പോഴേ കണ്ണൻ ചോദിക്കുവാണ് താൻ എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടോ എന്ന്. അപ്പം മഹാലക്ഷ്മി പപ്പ വെച്ചിട്ട് പറയുവാണേ ഇല്ല കണ്ണേട്ടാ ഒന്നും മറച്ചു വെച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. നാളത്തെ പ്രമോ കാണിക്കുന്നത് മഹാലക്ഷ്മി ഓഫീസിൽ പോവാണ്. അപ്പം സാഗറാണെങ്കിൽ ഡ്രിങ്ക്സൊക്കെ കഴിച്ചിട്ട് മഹാലക്ഷ്മി ഇങ്ങനെ ചുറ്റിപ്പെട്ട് നിൽപ്പുണ്ട്. അപ്പോൾ അനന്തുവാണെങ്കിൽ സാഗറിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ സാഗർ പറയുവാണ് സാറിനറിയാവോ ഇന്ന് ഓഫീസിൽ വരാൻ പറഞ്ഞത് അവൾ പറഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് ഓഫീസിൽ വന്നതെന്നൊക്കെ പറയുവാണ്. അനന്തുവിനോട് കള്ളത്തരം പറയുവാണ്. അപ്പം മേഘന ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നീ ഇനി അനന്തുവിനെ സോപ്പിട്ട് നിന്നോണ്ട് മാക്സിമം എരിവ് കയറ്റി കൊടുത്താൽ റിലേഷൻ പൊളിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് സാഗർ പറയുന്നുണ്ട്. പക്ഷെ അനന്തു ഒന്നും വിശ്വസിക്കാൻ തോന്നുന്നില്ല. കാര്യം അനന്തു എറിഞ്ഞ ഒരു കുരുക്കാണ് സാഗറിനിട്ട് ഇങ്ങനെ അങ്ങോട്ട് കയറി പറഞ്ഞ കാര്യങ്ങൾ. എന്താണെങ്കിലും സാഗറാണെങ്കിൽ വെള്ളം അടിച്ചിട്ട് മഹാലക്ഷ്മിയുടെ ക്യാബിൻ്റെ ചുറ്റും നടക്കുന്നുണ്ട്. സാഗർ എന്തെങ്കിലും ഉപദ്രവിക്കോ ഇല്ലെന്നൊക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ അറിയാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്